നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ സാധാരണ നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാറുണ്ട്, അതുപോലെ പഴം നിറച്ച് പൊരിക്കാറുണ്ട്, പിന്നെ നമ്മൾ പഴം വാട്ടിയെടുക്കാറുണ്ട്. നമ്മൾ സാധാരണ ഈ റെസിപ്പി എനിക്ക് തോന്നുന്നു അധികം പേരൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴം ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി ട്രൈ ചെയ്യുമ്പോൾ നല്ലപോലെ പഴുത്ത പഴമായിരിക്കണം. നമ്മളുടെ ഈ തൊലിമലൊക്കെ ഇതേപോലെ ഒരു കളറ് വന്നിട്ടുണ്ടായിരിക്കും നല്ല പഴുത്ത പഴത്തിന്. അപ്പോൾ അങ്ങനെയുള്ള പഴം നോക്കിയിട്ട് എടുക്കുക. ഈ 2 പഴം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു ചെറിയ പീസാക്കി എടുത്തിട്ടാണ് ഞാനിവിടെ അടിച്ചെടുക്കുന്നത്. അല്ല നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടും വേണമെങ്കിൽ അടിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 2 പഴം ഇതേപോലെ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2 മീഡിയം സൈസ് പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മീഡിയം സൈസ് പഴത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ വലിയ നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കുറച്ചൊന്ന് കൂട്ടണം. ഇനി ഞാനിതിപ്പോൾ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ അടിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി 2 പപ്പടം ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 2 പപ്പടം എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാനിവിടെ സോഡാപ്പൊടി ചേർക്കുന്നില്ല. അതിന് പകരം ഞാനിവിടെ 2 പപ്പടം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നാളികേരമാണ്. ഞാനിവിടെ കോക്കനട്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂണ് കോക്കനട്ട് പൗഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഫ്രഷ് നാളികേരമാണെങ്കിൽ ഒരു 1/4 കപ്പ് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കുക. ഇത് ഫ്രഷ് അല്ലാത്തത് കൊണ്ട് ഞാൻ പൗഡർ ആയതുകൊണ്ട് 2 ടേബിൾ സ്പൂണ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3/4 കപ്പ് വെള്ളമാണ്. അപ്പോൾ 3/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം. ഇനി നമുക്കിത് നല്ല പോലെ തന്നെ അടിച്ചെടുക്കണം. ഈ പഴമൊക്കെ ഒന്ന് നല്ല പോലെ അടിയനെ വരെ നമ്മൾ ഇത് നല്ല പോലെ തന്നെ അടിച്ചെടുക്കുക. പിന്നെ ഈ 3/4 കപ്പ് വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് അനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. നിങ്ങളുടെ മിക്സിയുടെ ജാറിൽ എങ്ങനെ അടിഞ്ഞ് കിട്ടുന്നു ആ പാകത്തിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്തിട്ട് അടിച്ചാൽ മതി. ഞാനിതിപ്പോൾ ഒരു അളവായിട്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ 3/4 കപ്പ് വെള്ളത്തിലാണ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് ഒരു ബൗളിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നല്ലപോലെ അടിച്ചതിന് ശേഷം ഒരു ബൗളിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് അരിപ്പൊടിയും വേണം, മൈദപ്പൊടിയും വേണം. അപ്പോൾ അരിപ്പൊടി ഒരു 3/4 കപ്പ് ആവശ്യമുണ്ട്. 3/4 കപ്പ് അരിപ്പൊടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. രണ്ടും കൂടി ഒരുമിച്ചിട്ട് നമ്മൾ കലക്കി കൊടുക്കണ്ട. ഇപ്പം ഞാനിവിടെ അരിപ്പൊടി ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് 3/4 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. അപ്പം നിങ്ങൾ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് വെള്ളം അധികം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അരിപ്പൊടിയും മൈദപ്പൊടിയും അധികം ചേർക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം മിക്സിയിൽ അടിക്കുന്ന സമയത്ത് വെള്ളം ആവശ്യത്തിന് അളന്നൊഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കൺസിസ്റ്റൻസിയിൽ വേണം കലക്കിയെടുക്കാൻ. പിന്നെ നമ്മൾ കലക്കിയെടുക്കുന്ന സമയത്ത് ഈ ബാറ്റർ വല്ലാണ്ട് ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1-2 ടീസ്പൂണ് അരിപ്പൊടിയും മൈദപ്പൊടിയും ആഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കിയിട്ട് എടുക്കാം. നമ്മൾ വെള്ളം അളന്നൊഴിച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മളുടെ ബാറ്ററിന് ഇങ്ങനെ പ്രശ്നം വരില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു തിക്ക് ബാറ്ററായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ബാറ്റർ 2 മണിക്കൂർ മൂടി വെക്കാം. 2 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ഓയിലിലെടുത്ത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. നമുക്കിനി 2 മണിക്കൂറിന് ശേഷം ഇത് ചൂടായ ഓയിലിലിട്ടിട്ട് പൊരിച്ച് കോരിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ പാൻ ചൂടായപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ബെറ്ററായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ അപ്പച്ചട്ടിയല്ല എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂണ് മാവ് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂണ് മാവ് ഒഴിച്ച് കൊടുത്താലാണ് നമുക്ക് കുറച്ചൊരു നല്ല അപ്പമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അനുസരിച്ച് മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സൈഡ് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഇടാം. അങ്ങനെ നമുക്ക് 2 സൈഡും ബ്രൗൺ കളറാവണ വരെ നമുക്ക് പൊരിച്ച് കോരിയെടുക്കാം. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. അതായത് നമ്മുടെ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഹൈ ഫ്ലെയിം മാറ്റിയിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് വേണം നമുക്ക് പൊരിച്ച് കോരിയെടുക്കാൻ. എന്നാലേ ഈ അപ്പത്തിൻ്റെ ഉള്ളൊക്കെ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ.
ലോ ഫ്ലെയിമൊക്കെ ആണെങ്കിൽ കൂടുതൽ ബെറ്റർ. കുറച്ച് സമയം പിടിച്ചാലും നമുക്ക് ഉള്ളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും. അപ്പോൾ ഈ അളവ് മാവിന് നമുക്കൊരു 15-20 വരെ അപ്പം നമുക്ക് കിട്ടും. നമ്മുടെ കലക്കി വെച്ചേക്കണ എല്ലാ മാവും നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. പിന്നെ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അത് ശ്രദ്ധിക്കണം. നമ്മൾ കലക്കി വശം ഉണ്ടാക്കണേക്കാളും ഇത് കുറച്ചും കൂടിയും സോഫ്റ്റും ടേസ്റ്റി ആയിട്ട് കിട്ടുക കുറച്ച് നേരം മൂടി വെച്ചാലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.